Boche Gold and Diamonds. Buy now, pay later. കുലിക്കല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ തീരുമാനം. നാഷണൽ ഹെൽത്ത് മിഷൻ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രവൃത്തികൾക്കായി 15 ലക്ഷം രൂപ അനുവദിച്ചതായും മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്താനുള്ള നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. വിവിധ ഘട്ടങ്ങളിലായി ആയിരിക്കും പ്രവൃത്തികൾ നടത്തുക. ഈ ആശുപത്രിയെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഒരു തടസ്സം എന്ന് പറയുന്നത് തടസ്സമല്ല. പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുലിക്കല്ലൂർ പഞ്ചായത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും പറയാറുള്ളത്. ശരിക്കും ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തോടുകൂടി ആ എത്തിപ്പെടാനുള്ള പ്രശ്നം പരിഹരിക്കാനും നമുക്കൊരു വഴിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് അപ്പുറത്തുനിന്ന് റോഡ് വെട്ടുകയാണെങ്കിൽ വളരെ വേഗത്തിൽ, കുറച്ചുകൂടെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിപ്പെടാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളൊരു ശ്രമം കൂടി ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മെമ്പർ എല്ലാവരും ഇവിടെ ഉണ്ട്. അതിനുള്ളൊരു ശ്രമം കൂടി നടത്തുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇനി കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് ആശുപത്രിക്ക് ആവശ്യമാണെങ്കിൽ അതുകൂടി ലഭ്യമാക്കാനുള്ള ശ്രമം നടത്തും എന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. നേരത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ 1,43 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. ഇതിൽ ആദ്യഘട്ടം 35.75 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ആശുപത്രിയുടെ പിൻവശത്തുള്ള 1 ഏക്കറോളം സ്ഥലത്ത് ഇരുനില കെട്ടിടം നിർമ്മിക്കും. കുലിക്കല്ലൂർ പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വഴിയില്ലാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പുതിയ കെട്ടിടം വരുന്നതോടെ റോഡ് നിർമ്മിക്കാനും തീരുമാനിച്ചു. പ്രഭാപുരത്ത് നിന്ന് എളുപ്പത്തിലെത്താൻ ആവശ്യമായ റോഡ് നിർമ്മിക്കാനാണ് പദ്ധതി. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.